നമസ്കാരം, ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ജെറിനാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെയാണോ താമസം, നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. പക്ഷേ ഈ വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഉപകാരപ്പെടുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കാരണമായത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ലൈഫിലുണ്ടായ ഒരു അനുഭവം. അത് മറ്റാർക്കും അത് വരാതിരിക്കാൻ വേണ്ടി അവരെന്നോട് പറയും ഇത് മറ്റുള്ളവരോടൊന്ന് പറയണം. കാരണം നഷ്ടം പറ്റുന്ന ഒരുപാട് ആൾക്കാരാണ്. കാരണം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലോട്ട് മാറുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ളൊരു കാര്യമില്ല. അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണല്ലോ. കാരണം എല്ലാവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അതെന്താണെന്നുള്ളത് 4 ചുമരിനകത്ത് വരുന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഓരോന്നാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്ത് മൂന്നാംമാർ, അതായത് ബ്രോക്കറോട് പറഞ്ഞ് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇന്ന് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ മാട്രിമോണിയൽ സൈറ്റിൽ വന്നു, അവിടെ കൊണ്ടുവന്ന് പൈസ അടയ്ക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് ആളെ കിട്ടുന്നു, പത്രത്തിൽ കൊടുക്കുന്നു. പക്ഷേ ഈ പുനർവിവാഹം, അതായത് ഡിവോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഡിവോഴ്സ് മാട്രിമോണിയൽ അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിലൊരു സഹോദരി, പുള്ളിക്കാരത്തിക്ക് 45 വയസ്സുണ്ട്, ഭർത്താവുമായി 10 വർഷമായിട്ട് പിരിഞ്ഞ്, എന്തുമാവട്ടെ, മരണമാവട്ടെ, എന്തുമാവട്ടെ കാരണങ്ങൾ. അപ്പോൾ ഞാനതിൽ കിടക്കുന്ന കാരണം അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് എനിക്കത് കൂടുതൽ സംസാരിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ കാലത്ത് ഇന്നിപ്പോൾ വേറൊന്നല്ല, ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. കാരണം അല്ലാതെ വല്ലതും പോയി കഴിഞ്ഞാൽ തൻ്റേതല്ലാതെ കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞ് താമസിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കേണ്ട അവസ്ഥയായതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് പറയത്തില്ല എന്താ സംഭവിച്ചത് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, കുടുംബക്കാരുടെ കാരണം മക്കളൊക്കെ ഒരു നിലയിലായി കഴിഞ്ഞപ്പോഴത്തേക്കൊരു കുടുംബജീവിതം ആഗ്രഹിച്ചുകൊണ്ട് മാട്രിമോണിയൽ സൈറ്റിൽ കാര്യങ്ങളിട്ടു. ഒരുപാടെണ്ണം വന്ന കൂട്ടത്തിൽ ഒരെണ്ണം വന്നു, കാര്യങ്ങൾ സംസാരിച്ചു, വളരെ മാന്യമായിട്ട്. അപ്പം രണ്ടാമതൊരു ലൈഫ് ചൂസ് ചെയ്യുന്ന ഒരു സ്ത്രീ എപ്പോഴും ചിന്തിക്കുന്ന വേറൊന്നുമല്ല, കുറച്ച് പക്വതയുള്ള അല്ലെ കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് വളവള സംസാരിക്കാത്ത ഉത്തരവാദിത്തപരമായിട്ട് കുടുംബജീവിതം പുള്ളിക്കാരത്തിനെ അല്ലെങ്കിൽ കുടുംബം നോക്കി പോകുന്ന ഒരാളെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ലൈഫിലോട്ട് സെറ്റിലാവാൻ തീരുമാനിച്ചത്. ഈ ലൈഫിൽ സെറ്റിലാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തുടക്കത്തിലൊക്കെ പുള്ളി വളരെ മാന്യമായിട്ട്, ഞാൻ വേണമെങ്കിൽ ചില മെസ്സേജുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. വളരെ കാര്യമായിട്ട് നിന്നെ എൻ്റെ ലൈഫിൽ കണ്ടു കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം, എൻ്റെ ലൈഫിൽ ഇത്ര പ്രശ്നങ്ങളായിരുന്നു, പുള്ളിക്കാരൻ്റെ ഭാര്യ എന്നെ പോലെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയതാണ്, കുടുംബം നാട്ടിലാണ്, അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്, ഞാൻ വെളിയിലാണ്, എനിക്ക് വേറെ ബാധ്യതയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വളരെ ക്ലീൻ ചിറ്റ്, അതായത് ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിച്ച മാധ്യമം എന്ന് പറയുന്നത് ടെലിഗ്രാമിൽ കൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംസാരമെല്ലാം കടന്നു ഈ നിമിഷം വരെ, ഇപ്പോൾ ഈ അവസാന നിമിഷം വരെയും അശ്ലീലമായിട്ടൊന്നോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ വരാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സംസാരിച്ച് അവസാന കാര്യങ്ങളുടെ എത്തി കഴിഞ്ഞപ്പോൾ പുള്ളി ഇന്ന പോലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഗൾഫിൽ ഇന്ന രാജ്യത്താണ്, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും പോകണം. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 10 ഇത്രയും വേറെ നല്ല ഏകദേശം ഒരു 10-20 ദിവസം സംസാരിച്ചിട്ടുള്ളൂ. അതാണ് പുള്ളിക്കാരത്തേക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടാവുന്നുള്ള കാര്യം കേട്ടോ. സംസാരിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് ഞാൻ ഇന്നപോലെ ജപ്പാനിൽ എത്തി, അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കാണ് എൻ്റെ ബാങ്കിൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല, ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ ബിസിനസ്സിന് വന്നതാണ്, അപ്പോൾ പൈസ അടയ്ക്കണം. പല സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇത്ര രൂപയോളം കളക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി പൈസയുടെ ആവശ്യമുണ്ട്, ഒന്ന് നീ പെട്ടെന്ന് എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് എൻ്റെ രാജ്യത്ത് എത്തിക്കഴിയുമ്പോൾ നിനക്ക് ഞാൻ തിരിച്ചിട്ട് തന്നേക്കാം, എന്തായാലും നമ്മൾ ലൈഫെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ എന്ന് കരുതിക്കൊണ്ട് പുള്ളിക്കാരത്തി ചോദിച്ചു. പുള്ളിക്കാരത്തി ഞാൻ പറഞ്ഞില്ല, ഡെസ്പറേറ്റ് അല്ല, കാരണം ഒരു വിവാഹ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പുള്ളിയിലോട്ട് ഡെസ്പറേറ്റ് അല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരത്തിക്ക് അതിൽ ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് എന്നെ പോലുള്ള ആൾക്കാരോട് അവരുടെ സഹോദരനോട് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്താണെന്നറിയാൻ വേണ്ടി പുള്ളിയോട് പറഞ്ഞു ഞാനൊരു ബാങ്ക് ലോൺ അപ്ലൈ ചെയ്തു, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കാണിച്ചിട്ട് തിരിച്ചിട്ട് തരാം. അപ്പോൾ പുള്ളി പറഞ്ഞാൽ പുള്ളിക്ക് ഓൾറെഡി 10-20 ലക്ഷം രൂപ ഫ്രണ്ട്സ് ഇട്ട് കൊടുത്തു, ഇനി കുറവായിട്ട് വേണ്ടത് 5 ലക്ഷം രൂപയാണെന്ന്. അപ്പം ഞാൻ പുള്ളിക്കാരത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം ചെയ്യും, നമുക്ക് ബാങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷനിൽ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 50,000 രൂപ 1 ലക്ഷം രൂപ 2 ദിവസം ബാങ്കിൽ കാണിക്കണം. അത്ര ജെന്യുവിനുള്ള വ്യക്തിയാണെങ്കിൽ ആ പൈസ പുള്ളിക്കാരത്തിയോട് അത്രമേൽ എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതറിയാൻ വേണ്ടി ഞാൻ തന്നെ പുള്ളിക്കാരത്തിക്ക് ഒരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് ഇട്ട് നോക്കൂ, നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ഭുതപ്പെടാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം നോർമലായിട്ടാണ് ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നോർമൽ ഇന്ത്യയിലെ നമ്പർ വന്നു. അത് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ രാജസ്ഥാൻ അല്ലെങ്കിൽ ഇവിടെ ഉത്തർപ്രദേശിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സാധാരണ നമ്മളെ മറ്റേ ബുള്ളറ്റ് വിൽക്കാനുണ്ട് ആർമിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നതിൻ്റെ മറ്റൊരു എക്സ്ട്രീം ലെവൽ തന്നെയാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ പറയാൻ വന്ന വേറെ നല്ല ഡിവോഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പം അവരുടെ ലൈഫിലോട്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം വന്നു കഴിയുമ്പോഴേക്കും അവർ മറ്റുള്ളവരുടെ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കല്യാണം നടക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും പറയുന്നത് മോനെ നിൻ്റെ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ബന്ധുക്കാരോടോ ഒന്നും ഇപ്പോൾ പറയണ്ട, കാരണം നമ്മുടെ കല്യാണം നമുക്ക് വേണ്ടി മുടക്കാൻ പോകുന്ന അയൽവാസിയും
നമ്മുടെ ബന്ധുക്കാരുമാണെന്നുള്ള ഒരു സോക്കോൾ ചിന്താഗതി നമ്മൾ മലയാളികളുടെ ഉള്ളിടത്തോളം കാലം അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും ഒരു ചതി പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്ത്രീക്ക് തന്നെ എന്തെങ്കിലും രീതിയിൽ ചതി പറ്റിയാൽ പോലും ഇവർ പോയിട്ട് ആരോടും പറയാൻ പോകുന്നില്ല എനിക്കിങ്ങനെ ഒരു ചതി ഉണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഇത്ര പൈസ പോയെന്ന്. കാരണം സോക്കോൾ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചതിക്കാൻ വരുന്നവർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉള്ള പ്രധാന ഘടകങ്ങൾ. അപ്പോൾ അത് നമ്മൾ തന്നെ വേണം ചിന്തിക്കാനായിട്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് അല്ലെ ഭാര്യ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലൂടെ ഇനി അതിന് പകരം എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷുകൾ കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്നവരുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഭാര്യയുടെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അവൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനേക്കാളും, ഉപേക്ഷിച്ച് പോയ എൻ്റെ ഭർത്താവിനേക്കാളും വളരെ ഉയർന്ന രീതിയിലോട്ട് ഞാൻ ചെല്ലണം. അതായത് ഇപ്പം എൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല, ഇവൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല, ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ ജീവിക്കുന്ന സമയത്ത് അവൻ്റെ വീട്ടിലുള്ളത് മാരുതിയുടെ കാറോ അത് ഇന്നോവ ആണെങ്കിൽ ഞാൻ ഇനി കെട്ടുന്നവന് ഓടി വേണം, BMW അങ്ങനെ ഞാൻ കെട്ടത്തുള്ളൂ. അപ്പോഴാണ് ഗൾഫിലാണ് ജോലി കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഏതൊരവസ്ഥയിൽ ഈ സാധാരണപ്പെട്ട ഡെസ്പറേറ്റ് ആയിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവളുടെ കഴുത്തി കിടക്കുന്നോ കാലേ കിടക്കുന്ന അല്ല അരഞ്ഞാണം വരെ ഊരി വിറ്റിട്ടാണെങ്കിൽ ഇവൾ ഈ പറഞ്ഞവന് പൈസ ഇട്ട് കൊടുത്ത് ചതി മേടിക്കും. പോയിട്ട് വേറൊരാളോട് പറയാൻ പറ്റുമോ ജീവിതത്തിൽ രണ്ടാമത്തെ ചതിയും മൂഞ്ചലും മേടിച്ചിട്ട് ഞാൻ ഇരിക്കുവാണെന്ന്. ഈ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക്, ഇപ്പോൾ നല്ലൊരു ഗൾഫിലുള്ള സ്ത്രീയാണ്, ഞാൻ ഇന്നലെ നേഴ്സാണ്, കാര്യങ്ങളാണ്, ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങൾക്കും പറ്റും. അതുകൊണ്ട് ഇവിടെ ഞാനൊരു ജെൻഡർ തിരിച്ച് ആരെയും മണ്ടന്മാരെന്ന് പറയുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾക്ക് കുറച്ചും കൂടി എന്തെങ്കിലും കാണിക്കാൻ പറ്റണം. ചിലപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, എനിക്ക് ഗൾഫിൽ പോകണം, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഭാര്യയുടെ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആരുടെയെങ്കിലൊക്കെ വിസയിൽ കാലിൽ തൂങ്ങി പിടിച്ച് കയറി വേണം പോകാനായിട്ട്. ഈ സാരിത്തുമ്പേ കയറി പോകുന്ന അല്ലെ പാവടത്തുമ്പേ പോകുന്ന പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണത്. അപ്പോൾ ആ സാധനത്തിൽ ചതിക്കുഴികളുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഈ പറയുന്ന ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ വേറൊന്നുമില്ല, അവർക്ക് പിന്നെ ചിന്തിക്കാനോ കാര്യങ്ങളൊന്നുമില്ല, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പിന്നെ മരുഭൂമിയിലോട്ട് പെയ്യുന്ന ചെറിയൊരു നനുത്ത മഴയായിരിക്കും, അത് അവർക്ക് വലിയ പ്രളയത്തിൻ്റെ എഫക്റ്റ് ആയിരിക്കും. കാരണം ഈ 5-10 വർഷമൊക്കെ ആയിട്ട് ചിലരായിട്ട് പിരിഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ചെറിയ സ്നേഹം, പൊന്നെ പേനെ താലേന്നൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് എന്നെ സ്നേഹിക്കാമെന്നുള്ള, ഞാൻ അയാൾക്ക് വേണ്ടി എന്തും കൊടുക്കണമെന്നുള്ള. ഇതിപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനെ സഹായിച്ചിട്ട് പോലും അവൻ പൈസ തിരിച്ചടയ്ക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് കാമുകനുമല്ല ഭർത്താവുമല്ല, അതിൻ്റെ രണ്ടിനിടയിൽ പുതിയ ജീവിതത്തിലോട്ട് വരാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ വിവാഹബന്ധത്തിൽ പിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു തരം ഓഡിയൻസ് ആണിത്. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊന്നും പൈസ പോവാതെ രക്ഷപ്പെട്ടേക്കാം. പിന്നെ ഡിവോഴ്സ് ആയിരിക്കുന്ന ആൾക്കാർ പിന്നെ താൻ എവിടുന്ന് കൊണ്ട് പെണ്ണെ കൊണ്ട് തരില്ല അണ്ണെ കൊണ്ട് തരുന്ന വെച്ചാൽ എൻ്റെ ബ്രോക്കർ പരിപാടിയും കമ്പനിയൊന്നുമില്ല. അതുകൊണ്ട് ചതിയിൽ പെടരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് കഴിവോടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിലൂടെ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ ആദ്യ വിവാഹം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് പോയതാണല്ലോ ഇവിടെ സെക്കൻഡ്. ഇപ്പം എൻ്റെ ആദ്യ വിവാഹം നടന്നതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു മാധ്യമത്തിലൂടെയാണ്. നമ്മുടെ മനോരമയിൽ പത്രത്തിൽ പരസ്യമിട്ടിട്ട് അത് കണ്ട് വീട്ടുകാർ വിളിച്ചിട്ടാണ് വന്നത്. 9 പൊരുത്തവും കാര്യങ്ങളും എല്ലാ പരിപാടിയുണ്ട് എന്ന് വെച്ചിട്ട് ലൈഫ് നന്നാവണം നിർബന്ധമില്ല. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ ഫസ്റ്റ് ലൈഫ് നല്ലൊരു രീതിയിൽ ഫെയിലിയർ ആയിരുന്നു. അതിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തതെന്ന് ഏറ്റവും നല്ലത് നമ്മൾ നമ്മുടേതായ ലൈഫ് ചൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുക എന്നുള്ള. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് സന്തോഷമായിട്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാരോട് ഞാൻ പറയും, അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ടീച്ചർ അല്ലെ ഏറ്റവും നല്ല ഒരു ഉപദേശിക്കാൻ പറ്റുന്ന ആളെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഇത്രയും പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ആൾക്കാർ എൻ്റെ അടുത്തോട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്നതാണ് പ്രശ്നം. ചിലപ്പോൾ ഇന്നൊരു ഫാമിലി കോർട്ട് അഡ്വക്കേറ്റിനൊക്കെ നന്നായിട്ട് ചിലപ്പം എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ഒരിക്കലും നമ്മൾ വാശിയോടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ലൈഫിലുള്ള ആൾ ഇന്നത് ഇപ്പോൾ എനിക്ക് അതിന് പകരം അതിനേക്കാൾ അങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ഇതിനേക്കാൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എനിക്ക് ഈ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ആലോചിക്കാനുള്ള ക്വാളിറ്റി എന്നിലുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കണ്ടുകൊണ്ട് പോകുന്നവർക്ക് ഒരു പരിധി വരെ അതൊരു സന്തോഷമാണ് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. പണം വേണം, പണം ആവശ്യമാണ്. പക്ഷേ ഈ ബാഹ്യമായ സൗന്ദര്യവും പണവും ഇത് രണ്ടും ഇല്ലാണ്ടായി പോകാം. ഒരു ഗ്ലാസ് ചൂടുവെള്ളം വരെ പാചകം ചെയ്യുന്നതിനിടയിൽ മുഖത്തോട് തെറിച്ച് പോകണം, എത്ര സുന്ദരി കോതയാണെങ്കിലും ഈ സൗന്ദര്യം പോകും. ശരിയാണോ അല്ലയോ? അതെ. അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നേരെ ഒരു ജോലിയില്ല, കാര്യങ്ങൾ ഇത് പോകും. അപ്പോൾ ഇതൊന്നുമല്ല, മനസ്സിൻ്റെ അടുപ്പവും കാര്യങ്ങളും ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈഫിലെല്ലാവരും പിരിഞ്ഞ് പോലെല്ലാം അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതിനകത്തൊന്നും ചെയ്യാനില്ല ആൾക്കാർക്ക്. അപ്പോൾ ഇപ്പം എൻ്റെ സബ്ജക്റ്റിനെ മാറുമല്ല, ഞാനീ പറയാൻ വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷമങ്ങൾ, ഒരാളോടുള്ള ദേഷ്യമാണ് നമ്മളെ മറ്റൊരാളെ ചതിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്, ഇല്ലേ?
ഈ ചിലയിടത്ത് കണ്ടിട്ടില്ലേ, ചില പ്രണയബന്ധത്തിലൊക്കെ തകർന്നിരിക്കുമ്പോഴത്തേക്കും കൂട്ടുകാരത്തി സമാധാനിപ്പിക്കാൻ വരും, കൂട്ടുകാരത്തി സമാധാനിക്കാൻ വന്ന കൂട്ടുകാരത്തി പിന്നെ ഭാര്യയാവും. ഇങ്ങനെയുള്ള അനുഭവങ്ങളും നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന ഒരാളുടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ദേഷ്യത്തിൽ. അതുകൊണ്ട് നമ്മുടെ പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, നല്ല പ്രണയാർദ്രമായിരിക്കുന്ന സമയത്ത് വാക്ക് കൊടുക്കാതിരിക്കാനും ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെല്ലുവിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരിയല്ലേ? കാര്യം ഈ രണ്ട് സമയത്തും നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ചില വാഗ്ദാനങ്ങൾ കൊടുക്കും, അത് നമ്മളെ കൊണ്ട് പാലിക്കാൻ കഴിയാണ്ട് പോകാറുണ്ട്. അപ്പം ഇൻ ഷോർട്ട് എനിക്ക് പറഞ്ഞു നിർത്താനുള്ള കാര്യം, ചതിക്കുഴിയിൽ പോയി പെടാതിരിക്കുക. ഒരു ചതിക്കുഴിയിൽ നിന്ന്, അതായത് എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിലോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇട്ട് നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരോടൊന്ന് ദയവേത് എത്തിച്ചു കൊടുക്കുക. കാരണം ആരും പോയി ചതിക്കുഴി വീണ് പണി മേടിക്കാതിരിക്കട്ടെ. അത്രയും നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം.